സ്റ്റാർ ഗേറ്റ് എക്സ്പ്ലനേഷൻ രണ്ടാം ഭാഗം. ഇനി റിയൽ ഫിസിക്സ് അല്ലെങ്കിൽ റിയൽ സയൻസിൽ വേം ഹോൾ അല്ലെങ്കിൽ ഒക്കെ സ്റ്റാർ ഗേറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് തന്നെ വെക്കി. അങ്ങനെയാണെങ്കിൽ ഐൻസ്റ്റീൻ്റെ തിയറി ഓഫ് ജനറൽ റിലേറ്റിവിറ്റി വെച്ചിട്ട് സ്പേസ് ടൈം എന്ന് പറഞ്ഞിട്ടുള്ള സാധനത്തിന് ബെൻഡ് ചെയ്യാനും കർവ് ചെയ്യാനും പറ്റും എന്നാണ് പറയണത്. പ്രഡിക്ഷൻ ആണ് കേട്ടോ. അതായത് വേം ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോർട്ട് കട്ടാണ്, ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഷോർട്ട് കട്ട് ത്രൂ സ്പേസ് ടൈം ആണെന്നാണ് പറയണത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സ്പേസ് ടൈമിനെ നിങ്ങൾ ഇങ്ങനെ ഒരു ഷീറ്റായിട്ട് കാണും. പക്ഷേ ആ ഷീറ്റിനകത്ത് നിങ്ങൾ 2 പോയിന്റ് ഇട്ടു അവിടെ ഇവിടെയായിട്ട്. ആ പോയിന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡിൽ ഒരു പോയിന്റ് ഇതും മറ്റേ പോയിന്റ് അതും. എന്നിട്ട് നിങ്ങൾ ഈ സ്പേസ് ടൈമിനെ അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ബെൻഡ് ചെയ്യുക. എന്നിട്ട് ഇത് ഇങ്ങനെ കൂട്ടിമുട്ടും. നിങ്ങൾക്ക് കാണാനില്ല, എനിക്ക് കാണാൻ കേട്ടാ. അങ്ങനെ ഇതിനകത്തോട്ട് ഒരു പെനെടുത്തൊരു കുത്തി കഴിഞ്ഞാൽ ഞാൻ ഈ പോയിന്റിൽ നിന്ന് ആ പോയിന്റിലേക്ക് എത്തിയില്ലേ, അതാണ് കൺസെപ്റ്റ്. പക്ഷേ ഈ സാധനം നിലനിർത്താനായിട്ട് ഹൈ എമൗണ്ട് ഓഫ് എക്സോട്ടിക് മാറ്റർ വിത്ത് നെഗറ്റീവ് എനർജി വേണമെന്നാണ് പറയണത്. വിച്ച് നമ്മൾ ഇതുവരെ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല, നമ്മളെ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റില്ല. അതുകൂടാണ്ട് ഇതിന്റെ സ്റ്റെബിലിറ്റി നിലനിർത്താനും നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്നാണ് പറയണത് കേട്ടോ. അതായത് വേം ഹോൾ ഉണ്ടല്ലോ, മാത്തമാറ്റിക്കലി പോസിബിൾ ആണെന്നും പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണെന്നാണ് പറയുന്നത് കേട്ടോ. മര്യാദയ്ക്ക് സ്റ്റേബിൾ അല്ലാത്ത ഒരു സ്റ്റാർ ഗേറ്റ് അല്ലെങ്കിൽ ഒരു വേം ഹോൾ ഉണ്ടെങ്കിൽ അതിന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ റേഡിയേഷൻ അടിച്ച് പൂട്ടാ കഴിച്ച. അത് കാരണം കൊണ്ട് ഇതെല്ലാം ഒരു കൺസ്പിരസി തിയറിയാണ്. ക്രിസ്റ്റഫർ നോളന്റെ ഒരു പടം പോലെ കണ്ടാൽ മതി. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് ഒറ്റ മൈൻഡ് വീണ്ടും വരുന്നതായിരിക്കും. ബൈ ഗൈസ്.